അൻവറിന്റെ പിന്തുണയുമായി എത്തിയതാണോ ആം ആദ്മി പാർട്ടി? അതെ, പിന്തുണയായിട്ട് എത്തിയതാണ്. എന്താണ് ഇങ്ങനെ ഒരു പിന്തുണ ഒരു ഇതിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാരണം? ഇത് ദേശീയ പാർട്ടി, ദേശീയ മുന്നണി എന്നുള്ള നിലക്ക് ദേശീയ പാർട്ടിയുടെ തീരുമാനപ്രകാരം എത്തിയതാണ്. ആം ആദ്മി പാർട്ടിയുടെ തീരുമാനപ്രകാരം എത്തിയതാണ്. ആം ആദ്മി പാർട്ടിയുടെ തീരുമാനപ്രകാരം എത്തിയതാണ്. നമ്മൾ നിലമ്പൂർ ആണ്. നിലമ്പൂരിൽ നിന്ന് തന്നെയുള്ള ആം ആദ്മി പ്രവർത്തകരാണ്. നിലമ്പൂരിൽ ഏകദേശം എത്ര വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാവും നിലമ്പൂർ മണ്ഡലത്തിൽ? അത് നമ്മുടെ പ്രസിഡന്റ് ആധികാരികമായിട്ട് പറയുന്നതാണ്. പ്രസിഡന്റ് ഇവിടെ ഉണ്ടോ? പ്രസിഡന്റ് ഉണ്ട്, അൻവർ ഭൂപതി. കൃത്യമായ രീതിയിൽ, അതായത് ആം ആദ്മി പാർട്ടിയുടെ കൊടികൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. അത്തരത്തിൽ കുറച്ച് കൊടികൾ കൂടി തൃണമൂൽ കോൺഗ്രസിൻ്റെ കൊടികളുടെ ഭാഗമായി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗമായി ഇവിടെ ഉയർന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ എവിടെ നിന്ന് വരുന്ന? നമ്മുടെ മലപ്പുറം പള്ളിക്കൊന്ന്. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ? അല്ലല്ല, പ്രവർത്തകർ. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു? കുറെ ആയിട്ട് തൃണമൂൽ കോൺഗ്രസ് ആണ്, തുടക്കം മുതലേ. എവിടെ സ്ഥലം പറഞ്ഞത്? വള്ളിക്കുന്ന് മണ്ഡലം. വള്ളിക്കുന്ന് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിലല്ല? അല്ല. അൻവറിന്റെ ഇതിന് ഭാഗമായി, പ്രചരണത്തിന്റെ ഭാഗമായി? ഓക്കെ. അതെ. എവിടെ? നിലമ്പൂര്. അൻവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പിന്തുണയുമായി ആം ആദ്മി പാർട്ടിയുടെ കൊടികളൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സഖ്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, തൃണമൂൽ കോൺഗ്രസും അൻവറും. ഇവിടെയും ആ സഖ്യം പുനരാവിഷ്കരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടെ ദേശീയ കമ്മിറ്റിയുടെ പ്രഖ്യാപനം ഉണ്ടാവും. അതോടുകൂടെ ഞങ്ങളെ കേരളം ഒട്ടടക്കമുള്ള ഞങ്ങളുടെ പ്രവർത്തകർ നിലമ്പൂരിലാണ് നിൽക്കും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. നിലമ്പൂർ എത്ര ആം ആദ്മി പാർട്ടിയുടെ വോട്ടർമാരുണ്ട്? ഞങ്ങൾക്ക് 2200 വോട്ടാണ് കണക്കിലുള്ളത്, ഞങ്ങൾക്ക് പ്രകാരമുള്ളത്. 2200 അൻവറിന് 2200 വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇത്തവണ അൻവറിന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ആ വോട്ടും അതിലപ്പുറം ഇത്തവണ അൻവറിന് കിട്ടുമെന്നാണ് ഞങ്ങൾ. ആം ആദ്മി പാർട്ടിയുടേതായി ആ വോട്ടുകൾ, ആം ആദ്മിയുടേതായി 2200 വോട്ട് സുരക്ഷിതമായിട്ട് കിട്ടും. എവിടെ? ഞാൻ നിലമ്പൂരല്ല. ആം ആദ്മിയാണോ? ആം ആദ്മിന്റെ വൈറ്റ് എടുത്തു കഴിഞ്ഞു. ഒരു പിന്തുണ നൽകി അൻവറിനൊപ്പം സജീവമാണ്. തീർച്ചയായും. വൈ നോട്ട്? വയനാട് ബത്തേരി. അൻവറിന് വേണ്ടി എത്തിയാണ്. അതെ. നമ്മളെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവും. പിന്നെ നേരത്തെ തൃണമൂലിലെ പ്രവർത്തകരാണോ? അല്ലെങ്കിൽ അല്ല, ഇപ്പൊ ഈ തവണ വന്നു അൻവറിനെ കണ്ട്? അല്ല, അത് മാത്രമല്ല, മമതാ ബാനർജിയുടെ താല്പര്യം അൻവറിന്റെ നിലമ്പൂരല്ല, വയനാട് നിന്ന് എത്തിയതാണ്. വയനാട് നിന്ന് എത്തിയത് തൃണമൂലിന് വേണ്ടി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മുഖ്യമന്ത്രി ആണെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. ആയിക്കോട്ടെ, അത് സാധ്യമാവട്ടെ. എവിടെയാ? ഇവിടെ പള്ളിക്കുത്തി ചീരക്കുഴി. എന്താണ് അൻവറിൽ എന്താണ് പ്രതി? അൻവർ ഉറപ്പായിട്ടും ജയിക്കും. അതിന് റീസൺ ഉണ്ട്. അൻവർ ജയിക്കാൻ റീസൺ ഉണ്ട്. അൻവർ ഉറപ്പായിട്ട് ജയിക്കും. അത് ജയിക്കേണ്ടതാണ്. ഇവിടെ കാരണങ്ങളുണ്ട്. അതിന് എന്താണ് കാരണങ്ങൾ? അനീതി തന്നെയാണ് അതിന് കാരണം. അനീതിക്കെതിരെയാണ് അൻവറിന്റെ പോരാട്ടം. അത് ഉറപ്പായിട്ടും അദ്ദേഹം വിജയിക്കും തന്നെ പ്രതീക്ഷ. നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ട്. എവിടെയാട്ടോ സ്ഥലം? എവിടെയാ? നിലമ്പൂർ മണ്ഡലത്തിലാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി. ജയിക്കുന്നതിൽ ഉറപ്പാണ്. അങ്ങനെ ഉറപ്പിക്കാനുള്ളൊരു കാരണം? അത് ഞങ്ങളൊക്കെ ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. മൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കുക അൻവറിനെ ഉണ്ടായിട്ടുള്ളൂ. വേറെ പ്രതിപക്ഷമൊന്നും ശക്തമായിട്ട് പ്രതികരിക്കണില്ല. അതുപോലെ പല പ്രതിപക്ഷം തീരെ പോരാ എന്നുള്ളത് തന്നെ. പ്രതിപക്ഷം തീരെ പോരാ. ഞാനൊക്കെ LDF-കാരനായിരുന്നു. പ്രതിപക്ഷം തീരെ പോരാ. അപ്പോൾ അതിന് LDF എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ മെമ്പറാണ്. എവിടെയാ? CPM-ലാണ്. വഴിക്കടവ്. നേരത്തെ ആയിരുന്നു അല്ല ഇപ്പോഴായിരുന്നോ? ഇപ്പൊ അൻവറിന് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാറിയതാണ്. ഇപ്പത് അത് ശക്തമായിട്ട് പ്രതികരിക്കുമ്പോൾ അൻവർ മാത്രമേ ഉള്ളൂ. വേറെ പ്രതിപക്ഷത്തിന് പ്രതികരിക്കാൻ കഴിയൂല. ഭരണപക്ഷം ചെയ്യുന്നില്ല. ഭരണപക്ഷം സപ്പോർട്ട് ചെയ്യാണ് ഇപ്പോൾ വനവകുപ്പിന്റെ മൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. ആൾക്കാരെ കടിച്ച് ഞങ്ങളെ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തിയിരിക്കണം. ആന ഇവിടെ വഴിക്കടവ് മരുത നിലമ്പൂരത്തെ വോട്ടർ. അതെ. കുറേ പേര് ഈ തൃണമൂലിന്റെ ഭാഗമായി കേരളത്തിന്റെ പല ഭാഗത്തും പ്രവർത്തകർ അൻവറിന് വേണ്ടി ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ തന്നെ ഉള്ളൂ. പുറത്തുനിന്നുള്ള വളരെ കുറച്ച് ആൾക്കാർ നേതാക്കന്മാരെ വന്നിട്ടുള്ളൂ. ഫുള്ള് ഇതിൽ കൂടുതലും ഭൂരിഭാഗം നിലമ്പൂരിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. വഴിക്കടവ്, ചുങ്കത്ര, എടക്കര, അമരമ്പലം, പോത്തുകല്ല് അങ്ങനെയുള്ള അവിടെ നിന്നുള്ള അണികളുണ്ട്. അൻവറിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും വേറെ പ്രതീക്ഷിക്കും. ഇനി 2ാം സ്ഥാനത്തുള്ള മത്സരമുള്ളൂ ഇവിടെ. അൻവർ വിജയിച്ചു കഴിഞ്ഞു. ആരാന്നറിയാനുള്ള മത്സരമാണ്. അല്ല, എന്താ വെച്ചാൽ ഒരു പ്രമുഖ മുന്നണിയുടെ പിന്തുണയില്ലാതെ മത്സരിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളുണ്ടെങ്കിൽ എന്ത് മുന്നണി? ഈ മുന്നണിയൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ വേണ്ടേ?
ജനങ്ങളുണ്ടെങ്കിലേ മുന്നണിയുള്ളൂ. ജനങ്ങൾ അൻവറിനൊപ്പം ഒപ്പാണ് അൻവറിനൊപ്പമാണ് മുന്നണി എന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. അതേ 100% ഉറപ്പ്. ഇവിടെ അനിവർ ജയിച്ചിരിക്കും. 100% ഉറപ്പ്. എവിടെയാ സാറേ? ഞാൻ വയനാട് മാനന്തവാടി. വയനാട് അൻവറിന് വേണ്ടി വന്നാണോ? അൻവറിന് വേണ്ടി വന്നു. എപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്ന് ഇവിടെ വന്ന് ഇനി എപ്പോ പോകും? ഇന്നേരം പോകും. ഒരു പ്രകടനത്തിന് വേണ്ടി മാത്രം വന്നതാണോ? കറക്റ്റ്. അടിപൊളി. അൻവറിന് വേണ്ടി സജീവ് ശക്തമായി അങ്ങനത്തെ ഒരാൾ വേണം. നമുക്ക് കരുത്തനായ ഒരാൾ വേണം. ഈ തൃണമൂലിന്റെ നേരത്തെ തന്നെ തൃണമൂലിന്റെ പ്രവർത്തകനായിരുന്നു, അല്ല അൻവറിനോടൊപ്പം കണ്ട് അല്ല മൂപ്പരെ ആ പ്രവർത്തനം കണ്ടിട്ട് ശക്തമായി, അതായത് കാർഷിക മേഖല, പിന്നെ വന്യജീവി അങ്ങനത്തെ എല്ലാത്തിനും മൂപ്പര് ശക്തമായി പോരാടും. അൻവർ ജയിക്കും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വോട്ടില്ലല്ലോ. ആയിരിക്കേ വോട്ടില്ലല്ലോ. എനിക്ക് വോട്ടുണ്ട്, ഇല്ലെങ്കിലും ഞാനിവിടെ വന്നാലും ജയിക്കും എന്നുള്ള എനിക്ക് ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ. എന്തായാലും അൻവർ ജയിക്കും. എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും? ഒരു വോട്ട് കിട്ടിയാൽ മതിയല്ലോ. ആ ഒരു വോട്ടിനെ ജയിച്ചാൽ ചെയ്യാല്ലേ? ഒരു വോട്ടിന് ജയിച്ചാൽ മതി. അത് ജയിക്കും. എന്തായാലും ഒരു മുന്നണിയുടെയും പിൻബലമില്ലാതെ മത്സരിച്ചാലും അൻവറിനെ ജയിക്കും. ഞാൻ ഇടവണ്ണ. നിലമ്പൂർ മണ്ഡലമാണോ? നെൽമ്പൂർ മണ്ഡലത്തിൽ ഞാൻ നെൽമ്പൂർ മണ്ഡലക്കാരനല്ല. എന്നിരുന്നാലും നെൽമ്പൂർ മണ്ഡലത്തിൽ എനിക്ക് കുറേ ആളുകളുടെ ബന്ധങ്ങളുണ്ട്, എൻ്റെ കുടുംബങ്ങളുണ്ട്. ഈ കുടുംബത്തിലുള്ള ആളുകളെ കൊണ്ട് മുഴുവൻ അൻവറിന് വോട്ട് ചെയ്യിപ്പിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം പ്രവർത്തനമാണ്. ഓക്കെ. ഇത് തന്നെയാണ് പല ദിക്കിൽ നിന്നുമുള്ള ആൾക്കാർ ഈ പ്രകടനത്തിന്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്.